പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. കൃപയാൽ ഒരു ദിവസം കൂടി നമുക്ക് കർത്താവ് ദാനമായി നൽകി. കർത്താവിനോട് കൂടി ആയിരിക്കുന്നതിന് എത്ര സന്തോഷമാണ്. ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണത ആസ്വദിക്കുന്ന സമയങ്ങളാണ്. നിശ്ചയമായും നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി തിരുവചനത്തിന് ധ്യാനത്തോടു കൂടി ദിവസങ്ങളിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ നമ്മൾ വേഗം വരികയാണ്. സമയങ്ങൾ നമുക്ക് ചിലവഴിക്കാനായിട്ട് ഇല്ല. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 5 സിംഹാസനങ്ങൾ, പഞ്ചാസനങ്ങൾ എന്ന് പറയും. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടു, ഇന്ന് ഇപ്പോഴും കർത്താവ് കൃപാസനത്തിലാണ്. അപ്പോൾ കർത്താവ് ഈ കൃപാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് പാപികളെ രക്ഷിക്കുന്നത്. ഏതൊരു പാപിയും സുവിശേഷം കേട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ താൻ ആ കൃപാസനത്തിൽ ഇരുന്നുകൊണ്ട് അവരെ രക്ഷിക്കുന്നു. മറ്റൊന്ന്, ആ കൃപാസനത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വേണ്ടി അവിടുന്ന് മഹാപുരോഹിതനായി ഈ കൃപാസനത്തിൽ ഉപവിഷ്ടനാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാകുമ്പോൾ, തെറ്റുകളുണ്ടാകുമ്പോൾ, വീഴ്ചകളുണ്ടാകുമ്പോൾ നമ്മുടെ ശത്രുവായ പിശാച് നമ്മളെ അവകാശപ്പെടുകയും എന്നാൽ പുത്രൻ നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥത അണയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമാണ് നമുക്ക് യഥാർത്ഥമായിട്ടും ശത്രുവിൻ്റെ കയ്യിൽ വീഴാതെ നമ്മുടെ കർത്താവ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുന്നു. നമുക്ക് വേണ്ടി ഭവനം ഒരുക്കാനായിട്ടാണ് താൻ പോയിരിക്കുന്നത്. ഇങ്ങനെ കർത്താവ് അവിടെ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിലായിരിക്കുന്നു. അതാണ് കൃപാസനത്തിൽ ഇരുന്നുകൊണ്ടുള്ള കാര്യങ്ങൾ. വീണ്ടും നമ്മൾ കണ്ടത് ന്യായാസനത്തെക്കുറിച്ചാണ്. ഇത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് പാപികൾക്ക് വേണ്ടിയുള്ളതല്ല, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അതെപ്പോഴാണെന്ന് നമ്മൾ കണ്ടു. കർത്താവിൻ്റെ വരവിന് 2 ആമുഖങ്ങളുണ്ട്. ഒന്ന് രഹസ്യവരവും, 2 പരസ്യവരവും. അപ്പോൾ രഹസ്യവരവിൽ തൻ്റെ വിശുദ്ധന്മാർ സഭയെ കർത്താവ് ചേർക്കും. അതിനുശേഷം അവർക്ക് ന്യായവിധിയുണ്ട്. അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി, അല്ലെങ്കിൽ ന്യായവിധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ പേര് കേട്ടാൽ ചിലപ്പോൾ ആൾക്കാർ പേടിക്കും. ഇത് പേടിക്കാനൊന്നുമില്ല. നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്ക് പ്രതിഫലം തരുന്ന ഒരു സമയമാണ് പ്രതിഫലം. അങ്ങനെ നമ്മളെല്ലാവരും പ്രതിഫലം പ്രാപിച്ച ശേഷം അവിടെ എന്ത് നടക്കുന്നു? അവിടെ വിവാഹം നടക്കുന്നു. നമുക്കറിയാം, അവിടെ കുഞ്ഞാടിൻ്റെ വിവാഹം. കുഞ്ഞാടെന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു. തൻ്റെ കാന്ത ആരാണ്? സഭ. അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാരും ഈ വിവാഹത്തിൽ സംബന്ധിക്കും. നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞെന്നാണ് 2 കൊരിന്ത്യർ 11:2 പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇനി വിവാഹം നടക്കുകയാണ്. എവിടെയാണ് അത് നടക്കുന്നത്? സ്വർഗത്തിലാണ്. പിതാവിൻ്റെ ഭവനത്തിൽ വെച്ച്, പിതാവിൻ്റെ സന്നിധിയിൽ അനേക കോടാനുകോടി ദൂതന്മാരുടെയും പഴയ നിയമ വിശുദ്ധന്മാരുടെയൊക്കെ മധ്യത്തിൽ. കാരണം അവരൊക്കെയാണ് മണവാളൻ്റെ ഭവനക്കാർ. നമ്മൾ യോഹന്നാൻ 3:29 വായിക്കുമ്പോഴത്തേക്കും മണവാട്ടിയുള്ളവൻ മണവാളനാവുന്നു, അവൻ്റെ സ്നേഹിതനോ അതിൻ്റെ സ്വരം കേട്ട് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകൻ ഈ മണവാളൻ്റെ സ്നേഹിതനാണെന്നാണ്. എന്ന് പറഞ്ഞാൽ കുടുംബക്കാരാണ്. അപ്പോൾ ഈ പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം ആ വിവാഹത്തിൽ പങ്കെടുക്കും. അപ്പോൾ തൻ്റെ കാന്തയുമായിട്ടുള്ള ഈ വിവാഹം, അവിടെ കാന്തയ്ക്ക് വിശേഷ വസ്ത്രം ലഭിച്ചിരിക്കുന്നു എന്നാണ് വെളിപ്പാട് 19:8 വായിക്കുന്നത്. ആ വിശേഷ വസ്ത്രം നീതിമാന്മാരുടെ പ്രവൃത്തിയാണെന്നാണ്. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നമുക്ക് തേജസ്സേറിയ വസ്ത്രമായിട്ട് അത് രൂപാന്തരപ്പെടും. അപ്പോൾ നമുക്ക് എത്ര ഘനമേറി, അതുകൊണ്ടല്ലേ 2 കൊരിന്ത്യർ 4:17 വാക്യത്തിൽ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം നമുക്ക് നിത്യഘനം വരുന്ന തേജസ്സിൻ്റെ നിത്യഘനം. അപ്പോൾ നമ്മൾ തേജസ് ഉടുക്കാൻ പോവുകയാണ്. അത് നമ്മുടെ ഉള്ള വിശേഷതയേറിയ വസ്ത്രമാണ്. അപ്പോൾ അതിൻ്റെ തേജസ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മൾ ഈ ലോകത്തിൽ വെച്ച് പ്രവർത്തിച്ച പ്രവൃത്തിയോടുള്ള ബന്ധത്തിലാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ പ്രിയമുള്ളവരെ നേടേണ്ട ഒരു സമയം നമ്മുടെ ഈ ചെറിയൊരു ആയുസ് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ വിവാഹമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വായിക്കുന്നത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ഈ ലോകത്തിലേക്ക് വരാൻ പോകുകയാണ്.
നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ സ്വർഗത്തിലായിരിക്കുന്ന ഈ സമയത്ത് ഈ ലോകത്തിൽ എന്ത് നടക്കുക? മഹോദ്രവം. 7 വർഷത്തെ നീണ്ടു നിൽക്കുന്ന ഒരു മഹോദ്രവം, മഹാക്ലേശം, കഷ്ടകാലമാണ്. അപ്പോൾ അത് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഭാരിച്ച കഷ്ടകാലമായിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ അന്ത്യത്തിൽ ഈ ലോക ജാതികളെല്ലാം വളരെ ഒരു കാർമേഘം പോലെ അവരുടെ മേൽ വരുമെന്നാണ്. ഇവരെല്ലാവരും ഇങ്ങനെ, അത് നമ്മൾ ഹെസ്കേൽ 38-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ വലിയ ഒരു മേഘക്കോൾ പോലെ, പറഞ്ഞാൽ ആകാശത്തിലും ഭൂമിയിലും എല്ലായിടത്തുനിന്നും സൈന്യം ഈ ഇസ്രായേലിനെ അല്ലെങ്കിൽ യെരൂശലേമിനെ വളയും. അപ്പോൾ അങ്ങനെ വളയുമ്പോൾ അവർ ഗത്യന്തരമില്ലാതെ അവർ നിലവിളിക്കും. നോക്കണം, കർത്താവിൻ്റെ പ്രോഗ്രാമുകളൊക്കെ അച്ചിട്ടായിട്ട് എഴുതി വച്ചിരിക്കുക. കർത്താവ് ഒന്നാമത്തെ വരവ് തിരുവചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി നിറവേറിയെങ്കിൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും അത് കൃത്യമായിട്ട് നിറവേറും. അതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രഹസ്യവരവ് ആർക്കും കാണാൻ കഴിയില്ലായിരുന്നു, എന്നാൽ തന്നെ മഹത്വ പ്രത്യക്ഷത എല്ലാവർക്കും കാണാൻ കഴിയും. കാരണം നമ്മൾ മത്തായി 24:30 മാത്യു 24:30, അപ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്തുവാ? 24:30 വാക്യത്തിൽ ഞാൻ അത് എല്ലാം വിശുദ്ധമായിട്ട് വായിക്കുന്നില്ല, എങ്കിലും വായിക്കാം. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിൽ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അപ്പോൾ ഈ വരവ് എല്ലാവർക്കും കാണാൻ പറ്റും. മറ്റേത് നമ്മൾ കണ്ടു, സഭയ്ക്ക് വേണ്ടിയുള്ള വരവ്, അത് രഹസ്യ വരവാണ്. അത് പെട്ടെന്ന് സംഭവിക്കും. എന്നാൽ ഈ വരവ് എല്ലാവർക്കും കാണാം. ഇതെല്ലാവർക്കും കാണാം ആകാശമേഘങ്ങളിൽ. അപ്പോൾ നമ്മൾ വെളിപ്പാട് പുസ്തകം ഞാൻ പറഞ്ഞല്ലോ, 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യം, ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, നിങ്ങൾ സൗകര്യം പോലെ എടുത്ത് വായിക്കുക. അപ്പോൾ ഈ വെള്ള കുതിരപ്പുറത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ തൻ്റെ മണവാട്ടി അല്ലെങ്കിൽ തൻ്റെ സഭ, തന്നെ വിവാഹം കഴിഞ്ഞല്ലോ, അപ്പോൾ ഒരു വിധത്തിൽ നമുക്ക് ഭാര്യ എന്ന് പറയാം. അപ്പോൾ അവരും മറ്റുള്ള ദൂതന്മാരും ഒക്കെ ആയിട്ട് താനിങ്ങനെ ഇറങ്ങി വരിക. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഭാവനയ്ക്കൊക്കെ അപ്പുറമായൊരു കാര്യമാണ്. അപ്പോൾ അവർ വരുമ്പോൾ നമുക്കറിയാം അവരെവിടെ വരും? അത് കൃത്യമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഈ ലോകത്തിലേക്കുള്ള ഒന്നാമത്തെ വരവിൽ തൻ്റെ ജനനം എവിടെയായിരിക്കും? അത് ബെത്ലഹേമിലായിരിക്കും. എങ്ങനെയായിരിക്കും എന്തൊക്കെ പറയുന്ന പോലെ തന്നെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചും കൃത്യമായിരിക്കുന്ന വ്യവസ്ഥകൾ വചനത്തിൽ പറയുന്നുണ്ട്. എവിടുന്ന് പോയോ അങ്ങോട്ടാണ് ഇറങ്ങി വരുന്നത്. എവിടുന്നാണ് പോയത്? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 11-ഉം 12-ഉം വാക്യം വായിക്കുമ്പോൾ, ആക്ട്സ് ചാപ്റ്റർ 11 ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 11 and 12 അവിടെ വായിക്കുമ്പോൾ താൻ ഒലിവ് മലയിൽ നിന്നാണ് താൻ സ്വർഗത്തിലേക്ക് പോയത്. അപ്പോൾ ഈ മലയിൽ ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ വെള്ളവസ്ത്രധാരികളായ 2 പേര് അവരോട് പറയുകയാണ്, അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. നോക്കുക എന്ന് പറഞ്ഞാൽ, ആ പോയത് എവിടുന്ന് പോയോ അവിടെ തന്നെ താൻ വീണ്ടും മടങ്ങി വരും. അത് ഒരു വലിയ കാര്യമല്ലേ? അതാണ് നമ്മൾ സെക്കരിയ പ്രവചനം 14:4 വായിക്കുന്നത്. സെക്കരിയ ചാപ്റ്റർ 14 വേഴ്സ് 4. അപ്പോൾ അവിടെ വായിക്കുന്നത് കൃത്യമായിട്ടും അവൻ്റെ കാലുകൾ എവിടെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്? സെക്കരിയാവ് 14:4. ഞാൻ ആ വാക്യം എല്ലാ വാക്യങ്ങളും റെഫറൻസ് വായിച്ചു പോകാനായിട്ട് നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം ചില വായിക്കാം. അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിന് എതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കണം, മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. നോക്കുക, എത്ര ക്ലിയർ ആയിട്ടാണ് ഒലിവ് മലയിൽ പിളരാൻ പോകുന്നതിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി, കേട്ടു തുടങ്ങി എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വായിക്കുന്നത്. ചിന്തിക്കുക പ്രിയമുള്ളവരെ. അപ്പോൾ കർത്താവ് ഇറങ്ങി വരുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുകയാണ്. കർത്താവ് ഇറങ്ങി വരുമ്പോൾ നമുക്കറിയാം, കർത്താവ് ഇറങ്ങി വരുമ്പോൾ ഈ ശിഷ്യന്മാർ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും
അവൻ ഇങ്ങനെ കൈയൊക്കെ വിരിച്ചിങ്ങനെ കർത്താവ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, കർത്താവ് ഇങ്ങനെ ഇറങ്ങി വരിക. നോക്കുക, കർത്താവ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും അവൻ്റെ കൈയിലേക്ക് നോക്കും. നോക്കുമ്പോൾ എന്താ കാണുന്നേ? അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത്? നോക്കുക, സെക്കരിയ 13-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യമാണ്. സെക്കരിയ ചാപ്റ്റർ 13:6. എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്നുത്തരം പറയും. ഓ, എന്താ പ്രിയമുള്ളവരെ, എന്തൊരു പ്രയോഗമാണ്! നമ്മൾ ചിന്തിക്കണം. ഇവിടെ യഹൂദന്മാർ ഇറങ്ങി വരുന്ന, തങ്ങളുടെ രക്ഷയ്ക്കായി വരുന്ന മസിഹയെ കാണുകയാണ്. മസിഹയെ കാണുമ്പോൾ അവൻ്റെ കൈകൾ തുളയ്ക്കപ്പെട്ടു. ആ തുളയ്ക്കപ്പെട്ട കരങ്ങൾ കാണുമ്പോൾ അവർ ചോദിക്കുകയാണ്, ഇതെന്താണ് മസിഹായെ, ഇതെന്താണ് അങ്ങയുടെ കരങ്ങൾ ഇങ്ങനെ തുളയ്ക്കപ്പെട്ടിരിക്കുന്നേ? നോക്കുക, നമ്മൾ ആ അവസ്ഥയ്ക്ക് ഒന്ന് മനസ്സിലാക്കണം. ഉടനെ കർത്താവ് പറയുകയാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരുടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, താൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തത്തിലേക്ക് വന്നപ്പോൾ അവർ കൊടുത്തതാ, അവർ കൊടുത്ത സമ്മാനമാണ് ഈ കാണുന്നത്. നോക്കുക, നമുക്ക് വളരെ ഹൃദയഭേദകമായിട്ട് തോന്നും. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അവസ്ഥ കാണുമ്പോഴാണ് ഇസ്രായേൽ ഉടനെ തന്നെ മനസ്സിലാകും, അപ്പോൾ 2000 വർഷം മുമ്പ് ഈ ലോകത്തിൽ വന്ന് ക്രൂശിക്കപ്പെട്ട ഈ കർത്താവ് യേശുക്രിസ്തു യഥാർത്ഥ മശീഹയായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടുമ്പോൾ, അയ്യോ, ഞങ്ങളുടെ പൂർവന്മാർ കർത്താവിനെ ഏതെല്ലാം നിലയിൽ ദുഃഖിപ്പിച്ചു, വേദനിപ്പിച്ചു എന്നുള്ള ആ സത്യം മനസ്സിലാക്കുമ്പോൾ അവർ വാവിട്ട് കരയാൻ ആരംഭിക്കും. നോക്കുക, ഇതെല്ലാം എഴുതി വച്ചിരിക്കുക, നോക്കണം അല്ലേ? നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നതും അവർ വാവിട്ട് കരയുന്നതൊക്കെ എഴുതിയിട്ടില്ലായിരുന്നോ? പ്രിയമുള്ളവരെ, എഴുതപ്പെട്ടതെല്ലാം കൃത്യമായി നിറവേറും. ഇവിടെ ഈ സമയത്ത് ഇസ്രായേൽ ജനങ്ങൾ വാവിട്ട് കരയുക. അവരെന്താണ് പറയുന്നത്? സെക്കരിയ ചാപ്റ്റർ 12:10-14 തക്ക്. അപ്പോൾ ഇവിടെ വായിക്കുന്നത്, അപ്പോൾ സെക്കരിയ 12-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ ബി പാർട്ട് മുതൽ 14 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. തങ്ങൾ കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ മെഗിദോ താഴ്വരയിൽ ഹദരിമേനിലെ വിലാപം പോലെ യെരുശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, നാഥാൻ ഗൃഹത്തിലെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ലേവി ഗൃഹത്തിലെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ഷിമി കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശേഷിച്ചിരിക്കുന്ന കാലത്തൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. അതിൻ്റെ സാരം, എല്ലാ ഇസ്രായേലികളും അവർ വിലപിക്കുവാനായിട്ട് ഇടയായിത്തീരും. നോക്കുക, അപ്പോൾ അവർ ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ഒരു വലിയ അവബോധം അവരെ ഭരിക്കും. അങ്ങനെ വിലപിക്കുമ്പോൾ, അവരുടെ തെറ്റുകളെക്കുറിച്ച് അവരെ വിലപിക്കുമ്പോൾ അവർക്കൊരു നല്ല മാനസാന്തരത്തിൻ്റെ ഹൃദയം ദൈവം കൊടുക്കുകയാണ്. അതുകൊണ്ട് ദൈവം എന്തു ചെയ്യും? അവരുടെ പാപങ്ങൾ ക്ഷമിക്കും. നോക്കുക, അതിൻ്റെ തന്നെ 3:9 സെക്കരിയ 3:9 ബി പാർട്ട്. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിൻ്റെ അകൃത്യം പോക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഒരൊറ്റ ദിവസത്തിൽ ഈ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ എല്ലാം പാപങ്ങൾ പോക്കുക. നമ്മൾ ഇരിമയാവ് 50:20 സംഗീതത്തിന് 85:2 ഈ ഭാഗങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നോക്കുക, ഒറ്റ ദിവസത്തിൽ അങ്ങനെ ഒറ്റ ദിവസത്തിൽ പാപങ്ങൾ പോക്കി കഴിയുമ്പോൾ ഒരു ദേശം ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. നോക്കുക, നമ്മൾ ഒരു വലിയ പ്രവചന ഭാഗം, യേശയ്യാ പ്രവചനം
66 അധ്യായം 8 വാക്യം. ഏശയ്യ ചാപ്റ്റർ 66 വേഴ്സ് 8. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് ജനിക്കുമോ? സിയോന് നോവ് കിട്ടിയ ഉടനെ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. മീൻസ് ഇവിടെ പറയുന്നത് ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ചോദ്യമാണ്, വലിയ ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ മൊത്തമായും ഒരു ദേശത്തിന് ഒറ്റ ദിവസത്തിൽ പാപക്ഷമ പ്രാപിച്ച് യഥാർത്ഥമായിരിക്കുന്ന ഒരു വീണ്ടും ജന്മ അനുഭവത്തിലൂടെ അവർ ദൈവത്തിൻ്റെ ജനമായി തീരുന്ന ഒരു അനുഭവം ഒറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ രാഷ്ട്രം മൊത്തമായി കർത്താവിലേക്ക് തിരിയുക. നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ പ്രവചനപരമായി എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവമക്കളെ. ഇതൊക്കെ കൃത്യമായിട്ട് നിറവേറുക തന്നെ ചെയ്യും. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ കർത്താവിൻ്റെ കാര്യപരിപാടികൾ എത്ര ഇതാ നമ്മൾ ചിന്തിക്കണം. കർത്താവ് ഇറങ്ങി വരുന്ന ആ സമയത്ത് തന്നെ കർത്താവ് ചെയ്യുന്ന വേറൊരു കാര്യം, കർത്താവ് ഇറങ്ങി വരുമ്പോൾ തന്നെ കർത്താവ് ചെയ്യുന്ന വേറെ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടെ വെളിപ്പാട് പുസ്തകം 19 അധ്യായം അതിൻ്റെ 20 വാക്യം. അവിടെ റെവല്യൂഷൻ ചാപ്റ്റർ 19 വേഴ്സ് 20. മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്രയേൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. നോക്കണം. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്തുവാ? നരകത്തിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു. ഈ നരകത്തിലേക്ക് ആദ്യമായി ചെല്ലുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? മൃഗമെന്ന് പറഞ്ഞിരിക്കുന്നത് എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്, ക്രിസ്തു വിരോധി. അപ്പോൾ ക്രിസ്തു വിരോധിയെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഈ ഗന്ധകം കത്തുന്ന തീപ്പൊയിലേക്ക് തള്ളിയിടുകയാണ്. അവനാണ് ആദ്യം. പിശാച് പോലും അവിടെ എത്തിയിട്ടില്ല. നോക്കണം. പിന്നെ പിശാചിനെ എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ 20 അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ ഈ പിശാചിനെ 1000 ആണ്ടേക്ക് അഗാധകൂപത്തിൽ, അത് നരകമല്ല, അടിയില്ലാത്ത പാതാളം, ആ അഗാധ കൂപത്തിലേക്ക് തള്ളിയിട്ട് അവിടെ സീൽ ചെയ്യും. നോക്കുക. കാരണം ഇനി കർത്താവായ യേശു ക്രിസ്തു 1000 ആണ്ട് ഈ ലോകത്തെ ഭരിക്കുവാൻ വേണ്ടി പോകുകയാണ്. ദൈവമക്കളെ, ഇത് എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ആദ്യമായിട്ട് ഈ നരകത്തിലേക്ക് തള്ളപ്പെടുന്നത് ആരൊക്കെയാണ്? ആൻറ്റി അല്ലെ ക്രിസ്തു വിരോധി, കള്ളപ്രവാചകൻ. നോക്കുക. ഇനി നമ്മൾ കാണുന്നത് ഈ കർത്താവ് ഈ വരവിൽ ഒലിവുമലയിൽ വന്നിറങ്ങും. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളോട് ചേർന്ന് കർത്താവ് ഒലിവുമലയിൽ വന്നിറങ്ങുമ്പോൾ ഈ ഒലിവുമലയിൽ അവിടെ ഒരു സ്ഥലം ഉണ്ടാകും. ആ സ്ഥലത്തിൻ്റെ, അല്ലെങ്കിൽ കർത്താവ് ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ന്യായാസനം വെച്ച് ന്യായവിധിയാണ്. നമ്മൾ അതിനെക്കുറിച്ച് യോവേൽ പ്രവചനത്തിൽ പ്രത്യേകം വായിക്കുന്നുണ്ട്. യോവേൽ ഭവിഷ്യത്താക്ക കിതാബ്, യോവേൽ നബി കിതാബ്, ഉസ്ക 3 അധ്യായം 3 അധ്യായം അതിൻ്റെ 12 വാക്യം 3-12. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ, അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിസ്തരിക്കേണ്ടതിന് ഇരിക്കും. നോക്കുക എല്ലാവരും. അപ്പോൾ ഇവിടെ താൻ എവിടെ വെച്ചാണ് ഈ ന്യായം നടത്താൻ പോകുന്നത്? യഹോശാഫാത്ത് താഴ്വരയിൽ. അതിൻ്റെ 2 വാക്യത്തിലുണ്ട്, തീൻകാതോമേവിയെ, ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനനിമിത്തം, എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അപ്പോൾ അവരോട് വ്യവഹരിക്കുക, അല്ലെങ്കിൽ അവരെ ന്യായം വിധിക്കുക. അപ്പോൾ ഇവിടെ കർത്താവ് വയ്ക്കുന്ന സിംഹാസനത്തിൻ്റെ പേരാണ് 3ാമത്തെ സിംഹാസനം. അതിൻ്റെ പേരാണ് മഹിമാസനം. വളരെ നല്ല രീതിയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം, മാത്യു ചാപ്റ്റർ 25. അപ്പോൾ അവിടെ നമുക്ക് 25 അധ്യായം 31 46 വചനോമി. അപ്പോൾ മത്തായി 25-ന്റെ 31 മുതൽ 46 വരെയുള്ള വാക്യം ഞാൻ ഒന്ന് വായിച്ചു വിടാം. നമുക്ക് ഒരുപാട് വിശദീകരിക്കാൻ പോലും സമയമില്ല. ഞാൻ വായിക്കാം. മനുഷ്യപുത്രൻ തൻ്റെ
തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. അപ്പോൾ ഈ സിംഹാസനത്തിൻ്റെ പേരെന്താണ്? ഇതിന് നമുക്ക് മഹിമാസനമെന്നോ തേജസ്സിൻ്റെ സിംഹാസനമെന്നോ വിളിക്കാം. അപ്പോൾ ഈ സിംഹാസനം ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർപിരിക്കുന്ന പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന്. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നവനായി കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയും നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയും ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിനെ നിങ്ങൾ ചെയ്തെടുത്തോളൂ എല്ലാം എനിക്ക് ചെയ്തു എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഇവിടെ ഒരു കാര്യം നിന്ന് ഞാൻ പറയട്ടെ. നരകത്തിലേക്ക് പോകുന്ന രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ്. ഇതിൻ്റെ സന്ദർഭം ഞാൻ പിന്നീട് പറയാം, എങ്കിലും ഇത്രയും ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യം പോയത് ക്രിസ്തു വിരോധി അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റും കള്ളപ്രവാചകരും. അവരുടെ പിന്നാലെ പോകുന്ന ഗ്രൂപ്പാണ് പിന്നെ ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ അല്പമായിട്ട് പിന്നെ പറയാം. ഞാനിത് വായിച്ചോളെ. പോകുവിൻ, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല എന്നരുളി ചെയ്യും. അതിനവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയ ഒരുത്തരം നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കാവുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. അപ്പോൾ ഇനി ഞാൻ പറയാം, ഈ നടക്കുന്ന മഹോദ്രവകാലത്ത് യഹൂദനെ സഹായിക്കുന്ന ജാതികളുണ്ട്. നമുക്കറിയാം, സെക്കൻഡ് വേൾഡ് വാറിലും അനേക ദേശത്ത് യഹൂദന്മാർ ഭയങ്കരമായി പീഡിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇന്ത്യ പോലുള്ള ദേശക്കാർ യഹൂദന്മാരെ കൈക്കൊണ്ടു, അവർക്ക് താമസിക്കുവാനായിട്ടുള്ള ഇടം കൊടുത്തു. നമ്മുടെ കേരളത്തിൽ പോലും അവർ വന്ന് പാർക്കുവാനിടയായി. ഇതൊക്കെ നമുക്കറിയാം, ചരിത്രങ്ങളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ആവർത്തി വീണ്ടും ഈ മഹോദ്രവത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഇസ്രായേൽ ജനങ്ങൾ ഉള്ളതിൽ ഒരു നല്ലൊരു ഭാഗവും ചിത്രിക്കപ്പെടും. വളരെ ചെറിയൊരു ശേഷി മാത്രമേ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വളരെ വ്യക്തമായി തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്ന എല്ലാം കൃത്യമാക്കിയവരെ. അപ്പോൾ ഇവിടെ ഈ ചിതറിപ്പോകുന്ന ജനങ്ങളിൽ അനേകർ എന്ത് ചെയ്യും? അവരെ ഉപദ്രവിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യും. അവരെ ഇടത്ത് നിർത്തും. അവർ ഈ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരുന്ന് ഈ സിംഹാസനത്തിലിരിക്കുമ്പോൾ കർത്താവ് ചെയ്യുന്ന കാര്യമല്ല. എന്നിട്ട് അപ്പോൾ അവരോട് പറഞ്ഞത് എന്തുവാ? ഞാൻ വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. അപ്പോൾ അവിടെ അന്ന് യഹൂദന്മാരോട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ജീവിച്ചിരിക്കുന്നവരുടെ മേലുള്ള ന്യായവിധി. അപ്പോൾ വലത്തുള്ളവർക്ക് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവർക്ക് അനുവാദം ലഭിക്കും. എന്നാൽ ഇടത്തുള്ളവരെല്ലാവരും എന്തു ചെയ്യും? ഈ പിശാച് കിടക്കുന്നവരല്ല, എന്നാൽ പിശാചിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, അവിടെ കർത്താവ് പറഞ്ഞു കേട്ടോ 41 വാക്യം, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. നോക്കുക, അവരെ നിത്യാഗ്നിയിലേക്ക് അയക്കുകയാണ്. അവരുടെ ന്യായവിധി കഴിഞ്ഞു.
നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ഭാവിയിലേക്ക് നടക്കാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം എത്ര കൃത്യമായിട്ടാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവമക്കളെ. അപ്പോൾ ഇവിടെ ഈ മഹിമാസനത്തിലെ ന്യായവേദിക്ക് ശേഷമാണ് കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ച എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് വളരെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വരെയുള്ള കാര്യം നിങ്ങൾക്ക് ഞാനൊരു ഔട്ട്ലൈൻ, കാരണം ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനായിട്ട് ആഴ്ചകളൊക്കെ വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ചെറിയ സമയം കൊണ്ട് ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് അതൊന്ന് അവതരിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മളും കൂടെ ഉണ്ടാവും. നമ്മളും അവനോടുകൂടെ ഈ ലോകത്തെ രാജ്യം ഭരിക്കും. അവനോടുകൂടെ ന്യായാസനങ്ങളിൽ ഇരുന്ന്, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 1 കൊരിന്ത്യർ 6-ാം അധ്യായം, ഞാൻ ആ അധ്യായം പുസ്തകം പറഞ്ഞ് തെറ്റിപ്പോയി. 1 കൊരിന്ത്യർ 6:2, 1 Corinthians chapter 6 verse 2. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? അപ്പോൾ വിശുദ്ധന്മാരും ലോകത്തെ വിധിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുന്നത് 12 അപ്പോസ്തലന്മാരായിരിക്കും. എന്നാൽ ലോകത്തിലെ ജനങ്ങളെ ഭരിക്കുന്നത് വിശുദ്ധന്മാരായിരിക്കും. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം പിന്നീട്. ഞാനൊരു കാര്യം പറയട്ടെ, പിന്നീട് 1000 ആണ്ട് വാഴ്ചയും നോക്കുക. ആ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും നമുക്ക് അല്പമായിട്ട് അറിയുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ചെറിയൊരു ആയുസ്സിൽ നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക. കർത്താവിൻ്റെ ആ രഹസ്യ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം. കാരണം നാളും നാഴികയും അറിയായാൽ നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ എന്ന് തുടർച്ചയായിട്ട് മത്തായി 24, 44, 46 ഒക്കെ പറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ കാത്തിരിക്കുന്നതല്ല, കാത്തു നിൽക്കുന്ന എബ്രായർ 9:28. അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും ഈ കർത്താവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ റെഡിയാണ്. നമ്മൾ പതുക്കെ ഇരിക്കുകയല്ല, നിൽക്കുക എന്ന് പറഞ്ഞാൽ പുറപ്പെടാനുള്ള ഒരുക്കത്തിൽ. അങ്ങനെ ഒരു ഒരുക്കത്തിൽ നമുക്കായിരിക്കാൻ കർത്താവിടെയാകട്ടെ. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് കൃത്യമായി നിറവേറും. സമയത്തിന് അല്പം പോലും മാറ്റം ഉണ്ടായില്ല. ഇത് വചനത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിനായി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ വരവിനായി കാത്തിരിക്കാം. മുന്നോട്ടുള്ള കർത്താവിൻ്റെ പ്രോഗ്രാമിൽ നാം കർത്താവിനോടുകൂടെ കാണപ്പെടണം. അവിടുത്തെ സഭ അവിടുത്തെ കൂടെ ഉണ്ടായിരിക്കും. വരുംകാല നിത്യതയിൽ ത്രിയേക ദൈവത്തോടു കൂടി നാം എപ്പോഴുമായിരിക്കും. എപ്പോഴും നാം അവിടുത്തെ കൂടിയായിരിക്കും. എടുക്കപ്പെടുന്നതിന് ശേഷം അല്ല, ഇപ്പോൾ തന്നെ നമുക്ക് കർത്താവിനോട് കൂടി ആയിരിക്കുന്ന അനുഭവം നമുക്കുണ്ടായിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ടൊരു നല്ല ജയാളിയായി ജീവിച്ച്, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിച്ച്, യഥാർത്ഥ ഒരു ദൈവ പൈതലായി ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കാൻ ഈ വചനങ്ങളാൽ കേൾവിക്കാരായ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.